നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2025 ജൂണിൽ നടന്ന ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരവും റിലേറ്റഡ് ഫാക്ട്സും കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വരുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ് നന്നായിട്ട് പ്രയോജനപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫ്രാൻസ്, ബി റഷ്യ, സി ചൈന, ഡി റോം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. ബൂർബൺ രാജവംശം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചതും അവരുടെ പ്രധാന ആസ്ഥാനവും ഫ്രാൻസ് ആയിരുന്നു. അപ്പോൾ ബൂർബൺ രാജവംശത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഫ്രാൻസ് ആണ് ബൂർബൺ രാജവംശത്തിന്റെ ആസ്ഥാനം. അടുത്ത് റഷ്യ ഭരിച്ചത് റോമനോവ് രാജവംശം പോലുള്ള മറ്റ് രാജകുടുംബങ്ങളായിരുന്നു. അപ്പോൾ റോമനോവ് രാജവംശം ഭരിച്ച രാജ്യമാണേത്? റഷ്യ. ചൈനയിലെ വിവിധ രാജവംശങ്ങൾ മിങ്, കിങ് തുടങ്ങിയവയാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ മിങ്, കിങ് തുടങ്ങിയ രാജവംശങ്ങൾ ഏത് രാജ്യത്താണ് ഭരിച്ചിരുന്നത്? ചൈനയിലാണ്. റോം ഒരു റിപ്പബ്ലിക്കായും പിന്നീട് ഒരു സാമ്രാജ്യമായും നിലനിന്നിരുന്നു. അവിടെ രാജവംശങ്ങളെക്കാൾ ചക്രവർത്തിമാരാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ റോമിലെ രാജവംശങ്ങളെക്കാൾ കൂടുതൽ ഭരിച്ചിരുന്നത് ചക്രവർത്തിമാരായിരുന്നു. ബൂർബൺ രാജവംശം ഫ്രാൻസിലെ ഒരു പ്രധാന രാജകീയ കുടുംബമായിരുന്നു. ബൂർബൺ രാജവംശം 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെയാണ് ഫ്രാൻസ് ഭരിച്ചിരുന്നത്. 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശമാണിത് ബൂർബൺ രാജവംശം. സ്പെയിൻ, നേപ്പിൾസ്, സിസിലി, പാർമ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ രാജവംശത്തിന് സ്വാധീനമുണ്ടായിരുന്നു. അപ്പോൾ ബൂർബൺ രാജവംശമാണ് ഫ്രാൻസ് ഭരിച്ചിരുന്നത്. റോമനോവ് രാജവംശം ഭരിച്ചത് റഷ്യയാണ്. മിങ്, കിങ് തുടങ്ങിയ രാജവംശങ്ങൾ ഭരിച്ചത് ചൈനയാണ്. എന്നാൽ റോം ഒരു റിപ്പബ്ലിക്കായും പിന്നീട് സാമ്രാജ്യമായിട്ടുമാണ് നിലനിന്നിരുന്നത്. അവിടെ രാജവംശങ്ങളെക്കാൾ കൂടുതൽ ചക്രവർത്തിമാരുടെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, ഫ്രാൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തീവ്രദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം? ഓപ്ഷൻ എ ജർമ്മൻ, ബി ഇറ്റലി, സി സെർബിയ, ഡി ഹംഗറി. സ്ലാവ് വംശജരെ ഒരുമിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കിഴക്കൻ യൂറോപ്പിൽ രൂപം കൊണ്ട ഒരു തീവ്ര ദേശീയ പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം. അപ്പോൾ പാൻസ്ലാവ് പ്രസ്ഥാനം സ്ലാവ് വംശജരെ ഒരുമിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കിഴക്കൻ യൂറോപ്പിൽ രൂപം കൊണ്ട ഒരു തീവ്ര ദേശീയ പ്രസ്ഥാനമാണ്. ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന സ്ലാവ് ജനതയെ മോചിപ്പിച്ച് ഒരു വലിയ സ്ലാവ് രാഷ്ട്രം സ്ഥാപിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു സ്ലാവ് ജനത. ഈ ജനതയെ മോചിപ്പിച്ചിട്ട് ഒരു വലിയ സ്ലാവ് രാഷ്ട്രം സ്ഥാപിക്കുക എന്നതായിരുന്നു പാൻസ്ലാവ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ജർമ്മനാണ്. ജർമ്മനി പാൻസ് ജർമ്മനിസം പോലുള്ള സ്വന്തം ദേശീയ പ്രസ്ഥാനങ്ങൾക്കാണ് നേതൃത്വം നൽകിയിരുന്നത്. ജർമ്മനിക്ക് പാൻസ്ലാവ് പ്രസ്ഥാനവുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവും ഇല്ല. ബി ഓപ്ഷൻ ഇറ്റലിയാണ്. ഇറ്റലിക്ക് സ്വന്തം ഏകീകരണ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഇത് പാൻസ്ലാവ് പ്രസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഹംഗറിയാണ്. ഹംഗറി ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. സ്ലാവ് ജനതയെ അടിച്ചമർത്തുന്നതിൽ പങ്കുണ്ടായിരുന്നു. പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ടില്ല. അപ്പോൾ ഹംഗറി ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഇത് സ്ലാവ് ജനതയെ അടിച്ചമർത്തുന്നതിൽ പങ്കുണ്ടായിരുന്നു എങ്കിൽ പോലും പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ടില്ല. അടുത്ത ഓപ്ഷൻ സെർബിയ ആയിരുന്നു. സെർബിയ ഈ പ്രസ്ഥാനത്തിന് പ്രധാനമായും നേതൃത്വം നൽകിയത് ആരായിരുന്നു? സെർബിയയായിരുന്നു. അപ്പോൾ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് പ്രധാനമായും നേതൃത്വം നൽകിയത് സെർബിയ ആയിരുന്നു. സെർബിയൻ ദേശീയവാദികൾ സ്ലാവ് ജനതയുടെ ഏകീകരണത്തിനായി ശക്തമായി പ്രവർത്തിച്ചു. ഇത് ഒന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളിൽ ഒന്നായിരുന്നു. അപ്പോൾ ഈ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയത് സെർബിയയാണ്. സെർബിയൻ ദേശീയവാദികൾ സ്ലാവ് ജനതയുടെ ഏകീകരണത്തിനായി ശക്തമായി പ്രവർത്തിച്ചു. ഇത് ഒന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
തീവ്രദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം? ആൻസർ ഓപ്ഷൻ സി ആണ്, സെർബിയ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ പണ്ഡിറ്റ് കെ പി കറുപ്പൻ, ബി വാഗ്ഭടാനന്ദൻ, സി വൈകുണ്ഠസ്വാമികൾ, ഡി ചട്ടമ്പിസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാൾ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ജാതി വിവേചനത്തിനും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടി അയ്യാവഴി എന്ന ആത്മീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ അയ്യാവഴി എന്ന ആത്മീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ജാതി വിവേചനത്തിനും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടി. അടുത്ത ചട്ടമ്പിസ്വാമികൾ. ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. ശ്രീനാരായണ ഗുരുവിന്റെയും വിവേകാനന്ദന്റെയും സമകാലികനാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെയും വിവേകാനന്ദന്റെയും സമകാലികനായ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ചട്ടമ്പിസ്വാമികളാണ്. വേദാന്തത്തിലും തത്വചിന്തയിലും അഗാധമായ അറിവുണ്ടായിരുന്നു. വേദാധികാര നിരൂപണം, ആദിഭാഷ തുടങ്ങിയ കൃതികൾ രചിച്ചു. ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണ മേധാവിത്വത്തെയും ചോദ്യം ചെയ്തു. അപ്പോൾ വേദാധികാര നിരൂപണവും ആദിഭാഷയും രചിച്ചതാരാണ്? അത് ചട്ടമ്പിസ്വാമികളാണ്. ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ശ്രീനാരായണ ഗുരുവിന്റെയും വിവേകാനന്ദന്റെയും സമകാലികനായ നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പിസ്വാമികൾ. വേദാധികാര നിരൂപണം, ആദിഭാഷ തുടങ്ങിയ കൃതികൾ രചിച്ചതാരാണ്? ചട്ടമ്പിസ്വാമികൾ. ചട്ടമ്പിസ്വാമികളുടെ ബാല്യകാല നാമമാണ് കുഞ്ഞൻപിള്ള. അപ്പോൾ ചട്ടമ്പിസ്വാമികളുടെ ബാല്യകാല നാമം ഏതാണ്? കുഞ്ഞൻപിള്ള. യഥാർത്ഥ നാമം ഏതാണ്? അയ്യപ്പൻ. അദ്ദേഹത്തിന്റെ ഭവനമാണ് ഉള്ളൂർകോട് വീട്. അപ്പോൾ ചട്ടമ്പിസ്വാമികളുടെ ഭവനം ഉള്ളൂർകോട് വീട്. അദ്ദേഹത്തിന്റെ ജനനം കൊല്ലൂർ കണ്ണമ്മൂലയിലാണ്. കൊല്ലൂർ കണ്ണമ്മൂലയിൽ ഉള്ളൂർകോട് വീട്ടിലാണ് ആരുടെ ജനനം? ചട്ടമ്പിസ്വാമികളുടെ ജനനം. അദ്ദേഹത്തിന്റെ സമാധി കൊല്ലത്ത് പത്മനയിലാണ്. അപ്പോൾ ചട്ടമ്പിസ്വാമികളുടെ ജനനം എവിടെയാണ്? കൊല്ലൂർ കണ്ണമ്മൂല. സമാധിയായത് കൊല്ലം ജില്ലയിലെ പത്മനയിൽ. ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. യഥാർത്ഥ പേര് അയ്യപ്പൻ. വേദാധികാര നിരൂപണം, ആദിഭാഷ തുടങ്ങിയ കൃതികൾ രചിച്ചതാരാണ്? അത് ചട്ടമ്പിസ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവിന്റെയും വിവേകാനന്ദന്റെയും സമകാലികനാണ് ആര്? ചട്ടമ്പിസ്വാമികൾ. അപ്പോൾ സമത്വ സമാജം ആര് സ്ഥാപിച്ചു? വൈകുണ്ഠസ്വാമികൾ. അയ്യാവഴി എന്ന ആത്മീയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? അതും വൈകുണ്ഠസ്വാമികളാണ്. അടുത്തത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പുലയ സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണ് ആര്? നവോത്ഥാന നായകനാണ് ആര്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അരയ സമാജം സ്ഥാപിച്ചു. ജാതിക്കുമ്മി, ബാലകലേശം തുടങ്ങിയ കൃതികൾ രചിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. കേരള നിയമസഭാംഗമായിരുന്നു. അപ്പോൾ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ചതാണ് ഏത്? അരയ സമാജം. അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതാണ്? ജാതിക്കുമ്മി, ബാലകലേശം തുടങ്ങിയവ ആരുടെ കൃതികളാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ കൃതികളാണ്. അടുത്തത് വാഗ്ഭടാനന്ദൻ. കേരളത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവും ആത്മീയ നേതാവുമായിരുന്നു വാഗ്ഭടാനന്ദൻ. ജാതി വ്യവസ്ഥയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായി പോരാടി. 1917 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. എന്നാണ് 1917. മനുഷ്യരിൽ ആത്മീയവും സാമൂഹികവുമായ ഉണർവ് ലക്ഷ്യമിട്ടാണ് ഇത് സ്ഥാപിച്ചത്. അപ്പോൾ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മനുഷ്യരിൽ ആത്മീയവും സാമൂഹികവുമായ ഉണർവ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് വാഗ്ഭടാനന്ദൻ 1917 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ആത്മവിദ്യ എന്ന മാസികയും അഭിനവ കേരളം എന്ന ഗ്രന്ഥവും അദ്ദേഹത്തിന്റെ പ്രധാന രചനകളാണ്. അപ്പോൾ ആത്മവിദ്യ എന്ന മാസിക രചിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അഭിനവ കേരളം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? അതും വാഗ്ഭടാനന്ദനാണ്. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന ആഹ്വാനം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ, അപ്പോൾ വാഗ്ഭടാനന്ദന്റെ പ്രശസ്തമായ ഒരു മുദ്രാവാക്യമാണ് ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന ആഹ്വാനം ആരുടെ പ്രശസ്തമായ മുദ്രാവാക്യമാണ്? വാഗ്ഭടാനന്ദന്റെ.
1885 ഏപ്രിൽ 27 മുതൽ 1939 ഒക്ടോബർ 29 വരെ ആയിരുന്നു വാഗ്ഭടാനന്ദന്റെ കാലഘട്ടം. അപ്പോൾ വാഗ്ഭടാനന്ദൻ ജനിച്ചതെന്നാണ് 1885 ഏപ്രിൽ 27 അദ്ദേഹം അന്തരിച്ചത് 1939 ഒക്ടോബർ 29 ജനനം കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ച നവോത്ഥാന നായകനാണ് ആര്? വാഗ്ഭടാനന്ദൻ. അദ്ദേഹത്തിന്റെ ഭവനമാണ് വയലേരി തറവാട്. അപ്പോൾ വയലേരി തറവാട് ആരുടെ ഭവനമാണ്? വാഗ്ഭടാനന്ദന്റെ ഭവനമാണ് വയലേരി തറവാട്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് വി കെ ഗുരുക്കൾ. അപ്പോൾ വി കെ ഗുരുക്കൾ വി കെ ഗുരുക്കൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യ, ശിവയോഗ രഹസ്യം തുടങ്ങിയ കൃതികളും ആരുടേതാണ്? വാഗ്ഭടാനന്ദന്റേതാണ്. ആത്മവിദ്യ, ശിവയോഗ രഹസ്യം എന്ന കൃതികൾ ആരുടേതാണ്? വാഗ്ഭടാനന്ദന്റേതാണ്. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേരെന്താണ്? വി കെ ഗുരുക്കൾ. അദ്ദേഹം എന്നാണ് ജനിച്ചത്? 1885 ഏപ്രിൽ 27 അന്തരിച്ചത് 1939 ഒക്ടോബർ 29. അദ്ദേഹത്തിന്റെ ജനനം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ്, വയലേരി തറവാട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വാഗ്ഭടാനന്ദൻ. എന്നാണ്? 1917 വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. ഇന്ത്യൻ നാഷണൽ ആർമി, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സ്വരാജ് പാർട്ടി, ഗദർ പാർട്ടി. അപ്പോൾ ഇത് ആരാണ് സ്ഥാപിച്ചതെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിക്കുന്നതിൽ റാഷ് ബിഹാരി ബോസിന് പ്രധാന പങ്കുണ്ടായിരുന്നു. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തു. അപ്പോൾ റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത്. അത് പിന്നീട് അതിന്റെ നേതൃത്വം ഏറ്റെടുത്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് അതിന്റെ നേതൃത്വം ഏറ്റെടുത്തു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസ്. അടുത്ത ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. ചിറ്റഗോംഗ് ആയുധപുര ആക്രമണത്തിലൂടെ പ്രശസ്തനായ സൂര്യസെൻ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവായിരുന്നു. അപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ് ആരാണ്? സൂര്യസെൻ ആണ്. ചിറ്റഗോംഗ് ആയുധപുര ആക്രമണത്തിലൂടെ പ്രശസ്തനായ വ്യക്തിയാണ് ആര്? സൂര്യസെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവായിരുന്നു. അപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൂര്യസെൻ. അടുത്ത സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി 1923 CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് രൂപീകരിച്ചത്. അപ്പോൾ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് എന്നാണ്? 1923 CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. അപ്പോൾ സ്വരാജ് പാർട്ടി CR ദാസ്. ഗദർ പാർട്ടി 1913 ലാലാ ഹർദയാൽ അമേരിക്കയിൽ സ്ഥാപിച്ച വിപ്ലവ പ്രസ്ഥാനമാണ് ഗദർ പാർട്ടി. അപ്പോൾ ഗദർ പാർട്ടി ഒരു വിപ്ലവ പ്രസ്ഥാനമാണ്. 1913 ലാലാ ഹർദയാല് അമേരിക്കയിൽ സ്ഥാപിച്ച ഒരു വിപ്ലവ പാർട്ടിയാണിത് ഗദർ പാർട്ടി. അപ്പോൾ ഗദർ പാർട്ടി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാലാ ഹർദയാൽ. അപ്പോൾ ലാലാ ഹർദയാല് വടക്കേ അമേരിക്കയിലാണ് ഏത് വിപ്ലവ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്? ഗദർ പാർട്ടിക്ക്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ്, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ, സ്വരാജ് പാർട്ടി CR ദാസ്, ഗദർ പാർട്ടി ലാലാ ഹർദയാൽ. അപ്പോൾ ഗദർ പാർട്ടി എന്നാണ് സ്ഥാപിതമായത്? 1913 സ്വരാജ് പാർട്ടി 1923 CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയാണ്. ചിറ്റഗോംഗ് ആയുധപുര ആക്രമണത്തിലൂടെ പ്രശസ്തനായ വ്യക്തിയാരാണ്? സൂര്യസെൻ ആണ്. റാഷ് ബിഹാരി ബോസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ ആർമി പിന്നീട് ആരാണ് ഏറ്റെടുത്തത്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ്, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ, സ്വരാജ് പാർട്ടി CR ദാസ്, ഗദർ പാർട്ടി ലാലാ ഹർദയാൽ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലിഖിയ ഏതു മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? ഓപ്ഷൻ എ സംഗീതം, ബി നൃത്തം, സി സാഹിത്യം, ഡി ചിത്രകല.
കുമുദിനി ലഖിയ ഒരു പ്രശസ്തയായ കഥക് നർത്തകിയും നൃത്ത സംവിധായകയുമാണ്. ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തത്തിന് പ്രത്യേകിച്ച് കഥകിന് നൽകിയ സംഭാവനകൾക്കാണ് 2025 അവർക്ക് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. ഈ പത്മവിഭൂഷൺ പുരസ്കാരം ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ പുരസ്കാരം. അപ്പോൾ കുമുദിനി ലിഖിയ ഒരു പ്രശസ്ത കഥക് നർത്തകിയാണ്. അപ്പോൾ ഈ കുമുദിനി രജനീകാന്ത് ലിഖിയ ഏത് മേഖലയിൽ പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ്? നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് നൃത്തമാണ്. ബി, നൃത്തവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഒരു കഥക് നർത്തകിയാണ്, നൃത്ത സംവിധായികയും ആണ്. ആര്? കുമുദിനി രജനീകാന്ത് ലിഖിയ 2025 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ 1, നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. പ്രസ്താവന 2 പറയുന്നത് കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദിലെ സത്യാഗ്രഹം. ഇത് ശരിയാണോ എന്നുള്ളതാണ്. അടുത്ത പ്രസ്താവന തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നപരിഹാരമായിരുന്നു ഗാന്ധിജി നടത്തിയ ഖേദ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. അടുത്ത പ്രസ്താവന സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ പ്രസ്താവനകൾ ഏതൊക്കെ ശരിയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. 1917 ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1917 എവിടെ വെച്ചാണ്? ബീഹാറിലെ ചമ്പാരനിലാണ് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹമാണ്. എന്നാണ്? 1917 എവിടെ വെച്ച്? ബീഹാറിലെ ചമ്പാരനിൽ. എന്തായിരുന്നു കാരണം? നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്, ഒന്നാമത്തേത്. രണ്ടാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദിലെ സത്യാഗ്രഹം. അഹമ്മദാബാദ് മിൽ സമരം 1918 അപ്പോൾ അഹമ്മദാബാദ് മിൽ സമരം എന്നാണ് 1918. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് മിൽമ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ടല്ലായിരുന്നു ഖേദ സമരം. അപ്പോൾ ഈ പ്രസ്താവന ശരിയാണോ? അപ്പോൾ അഹമ്മദാബാദ് മിൽ സമരം എന്നാണ് 1918. അപ്പോൾ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി നടത്തിയ സമരമായിരുന്നു ഏത് സമരം? അഹമ്മദാബാദ് മിൽ സമരം. കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ? അല്ല. അപ്പോൾ ഈ പ്രസ്താവന എന്താണ്? ഈ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ അടുത്ത പ്രസ്താവന നോക്കാം. തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നപരിഹാരമായിരുന്നു ഗാന്ധിജി നടത്തിയ ഖേദ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. ഖേദ സത്യാഗ്രഹം നടന്നത് 1918. ഗുജറാത്തിലെ ഖേദയിൽ കർഷകർക്ക് വിളനാശം മൂലം നികുതി ഇളവ് ലഭിക്കുന്നതിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ഇത്. തുണിമിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിട്ട് അല്ലായിരുന്നു. അപ്പോൾ കർഷകർക്ക് വിളനാശം മൂലം നികുതി ഇളവ് ലഭിക്കുന്നതിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ഏത്? ഖേദ സത്യാഗ്രഹം. അപ്പോൾ ഖേദ സത്യാഗ്രഹം എന്നാണ്? 1918. ഖേദ എവിടെയാണ്? ഗുജറാത്തിലാണ് ഖേദ. കർഷകർക്ക് വിളനാശം മൂലം നികുതി ഇളവ് ലഭിക്കുന്നതിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ഏത്? ഖേദ സത്യാഗ്രഹം. അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ്. അടുത്ത പ്രസ്താവന നോക്കാം. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. ഈ പ്രസ്താവന ശരിയാണോ നോക്കാം. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച 11 ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു സമ്പൂർണ്ണ മദ്യനിരോധനം. അപ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച 11 ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഏത്? സമ്പൂർണ്ണ മദ്യനിരോധനം. അപ്പോൾ ഈ പ്രസ്താവന, ഈ നാലാമത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ്.
അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1917 ബീഹാറിലാണ് ചമ്പാരൻ. നീലം കർഷകരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടതാണ് എന്തിന് കാരണം? ചമ്പാരൻ സത്യാഗ്രഹത്തിന്. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. അടുത്തത് അഹമ്മദാബാദ് മിൽ സമരം എന്നാണ്? 1918. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് മിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമാണ് ഏത് സമരം? 1918 അഹമ്മദാബാദ് മിൽ സമരം. അടുത്ത സത്യാഗ്രഹം എന്ന് പറയുന്നത് ഖേദ സത്യാഗ്രഹമാണ്. ഖേദ സത്യാഗ്രഹവും 1918 ഇത് ഗുജറാത്തിലാണ്. ഖേദയിലെ കർഷകർക്ക് വിളനാശം മൂലം നികുതി ഇളവ് ലഭിക്കുന്നതിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ഏത്? ഖേദ സത്യാഗ്രഹം. ഈ ഖേദയും അഹമ്മദാബാദ് മിൽ സമരവും എവിടെയാണ് നടന്നത്? ഗുജറാത്തിലാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിലെ ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം, ശരിയാണ്. രണ്ടാമത്തെ തെറ്റാണ്. 3 തെറ്റാണ്. 4 ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 1, 4 മാത്രമാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന പ്രദേശം. ഓപ്ഷൻ എ പൊന്മുടി, ബി കൊടൈക്കനാൽ, സി നീലഗിരി, ഡി നെല്ലിയാമ്പതി. ഓപ്ഷൻ എ നീലഗിരി. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന പ്രദേശമാണ് നീലഗിരി കുന്നുകൾ. അടുത്തത് പൊന്മുടിയാണ്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പൊന്മുടി. ഇത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. അപ്പോൾ പൊന്മുടി പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ലയിലാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കൊടൈക്കനാലാണ്. കൊടൈക്കനാല് തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പ്രശസ്തമായ ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇതും പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. അപ്പോൾ കൊടൈക്കനാലും പൊന്മുടിയും പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലാണ്. അടുത്തത് നെല്ലിയാമ്പതിയാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് നെല്ലിയാമ്പതി സ്ഥിതി ചെയ്യുന്നത്. ഇതും ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. അപ്പോൾ നെല്ലിയാമ്പതിയും കൊടൈക്കനാലും പൊന്മുടിയും നീലഗിരിയും ഒക്കെ എന്താണ്? പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. അപ്പോൾ പൊന്മുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. കൊടൈക്കനാലാണെങ്കിൽ തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലാണ്. നെല്ലിയാമ്പതി പാലക്കാട് ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നീലഗിരി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശമാണ് ഏത്? നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശമാണ് ഏത്? നീലഗിരി കുന്നുകൾ. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, നീലഗിരി. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. ഓപ്ഷൻ എ തുഷാരം, ബി മൂടൽമഞ്ഞ്, സി ഉറഞ്ഞ മഞ്ഞ്, ഡി നേർത്ത മഞ്ഞ്. തുഷാരം എന്ന് വെച്ചാൽ ആപേക്ഷിക ആർദ്രത കൂടുതലുള്ളതും തണുത്തതുമായ നീണ്ട രാത്രികളിൽ ഉപരിതലങ്ങൾ തണുക്കുകയും അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് ചെറിയ ജലകണികകളായി ഉപരിതലത്തിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് തുഷാരം. അപ്പോൾ തുഷാരം എന്ന് വെച്ചാൽ എന്താണ്? ആപേക്ഷിക ആർദ്രത കൂടുതലുള്ളതും തണുത്തതുമായ നീണ്ട രാത്രികളിൽ ഉപരിതലങ്ങൾ തണുക്കുകയും അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് ചെറിയ ജലകണികകളായി ഉപരിതലത്തിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യുന്ന പ്രതിഭാസത്തെ വിളിക്കുന്നതാണ് എന്ത്? തുഷാരം. അടുത്തത് മൂടൽമഞ്ഞ്. ഭൂമിയുടെ ഉപരിതലത്തിന് സമീപം അന്തരീക്ഷത്തിലെ ജലകണികകൾ ഘനീഭവിച്ച് രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് മൂടൽമഞ്ഞ്. ഇത് സാധാരണയായിട്ട് തണുപ്പുള്ളതും ഈർപ്പമുള്ളതുമായ സാഹചര്യങ്ങളിലാണ് ഉണ്ടാകുന്നത്. എന്നാൽ തുഷാരത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് വായുവിൽ തങ്ങി നിൽക്കുന്നു. അപ്പോൾ എന്താണ് മൂടൽമഞ്ഞ്? ഭൂമിയുടെ ഉപരിതലത്തിന് സമീപം അന്തരീക്ഷത്തിലെ ജലകണികകൾ ഘനീഭവിച്ച് രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് മൂടൽമഞ്ഞ്. അടുത്തൊരു എക്സാമിനൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ എന്താണ് മൂടൽമഞ്ഞ്? ഭൂമിയുടെ ഉപരിതലത്തിന് സമീപം അന്തരീക്ഷത്തിലെ ജലകണികകൾ ഘനീഭവിച്ച് രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് മൂടൽമഞ്ഞ്. ഇത് സാധാരണയായിട്ട് തണുപ്പുള്ളതും ഈർപ്പമുള്ളതുമായ സാഹചര്യങ്ങളിലാണ് ഉണ്ടാകുന്നത്. എന്നാൽ തുഷാരത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത് വായുവിൽ തങ്ങി നിൽക്കുന്നു. അടുത്തതാണ് ഉറഞ്ഞ മഞ്ഞ്. തുഷാരം രൂപപ്പെട്ടതിന് ശേഷം താപനില 0 ഡിഗ്രി സെൽഷ്യസിനും
താഴെയാകുമ്പോൾ ഈ ജലകണികകൾ ഉറഞ്ഞ് മഞ്ഞുകട്ടയായി മാറുന്ന അവസ്ഥയാണ് ഉറഞ്ഞ മഞ്ഞ്. അപ്പോൾ ഉറഞ്ഞ മഞ്ഞ് എന്താണ്? തുഷാരം രൂപപ്പെട്ടതിന് ശേഷം താപനില 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയാകുമ്പോൾ ഈ ജലകണികകൾ ഉറഞ്ഞ് മഞ്ഞുകട്ടയായിട്ട് മാറുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയാണ് ഏത്? ഉറഞ്ഞ മഞ്ഞ്. അടുത്തതാണ് നേർത്ത മഞ്ഞ്. മൂടൽ മഞ്ഞിന്റെ ഒരു നേരിയ രൂപമാണേത്? നേർത്ത മഞ്ഞ്. കാഴ്ചയെ കാര്യമായി തടസ്സപ്പെടുത്താത്ത തരത്തിൽ നേരിയ അളവിൽ ജലകണികകൾ വായുവിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് എന്ത്? നേർത്ത മഞ്ഞ്. മൂടൽമഞ്ഞിന്റെ ഒരു നേരിയ രൂപം ഏതാണ്? നേർത്ത മഞ്ഞ്. കാഴ്ചയെ കാര്യമായി തടസ്സപ്പെടുത്താത്ത തരത്തിൽ നേരിയ അളവിൽ ജലകണികകൾ വായുവിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥ എന്തു പറയും? നേർത്ത മഞ്ഞ് എന്ന് പറയുന്നു. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയാകുന്ന ജലകണികൾ ഉറഞ്ഞ് മഞ്ഞുകട്ടയായി മാറുന്ന അവസ്ഥ ഏതാണ്? അതാണ് ഉറഞ്ഞ മഞ്ഞ്. തുഷാരം രൂപപ്പെട്ടതിന് ശേഷം ആണ് താപനില 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയാകുന്നു. അപ്പോൾ മൂടൽമഞ്ഞ് എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിന് സമീപം അന്തരീക്ഷത്തിലെ ജലകണികൾ ഘനീഭവിച്ച് രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് മൂടൽമഞ്ഞ്. ഇത് സാധാരണയായി തണുപ്പുള്ളതും ഈർപ്പമുള്ളതുമായ സാഹചര്യങ്ങളിലാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇതിന് തുഷാരത്തിൽ നിന്നുമുള്ള വ്യത്യസ്തത എന്താണ്? ഇത് വായുവിൽ തങ്ങി നിൽക്കുന്നു. തുഷാരം എന്താണ്? ആപേക്ഷിക ആർദ്രത കൂടുതലുള്ളതും തണുത്തതുമായ നീണ്ട രാത്രികളിൽ ഉപരിതലങ്ങൾ തണുക്കുകയും അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ച് ചെറിയ ജലകണികകളായി ഉപരിതലത്തിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യുന്ന പ്രതിഭാസത്തെ എന്ത് പറയുന്നു? തുഷാരമെന്ന് പറയുന്നു. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് തുഷാരം. ദേശീയ ജലപാത 3 ഏതു മുതൽ ഏതുവരെയാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ എ അലഹബാദ് മുതൽ ഹാർദിയ വരെ, ബി കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ, സി സാദിയ മുതൽ ധൂബ്രി വരെ, ഡി മുകളിൽ കൊടുത്തവയല്ല. ദേശീയ ജലപാത 3 അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നു. കേരളത്തിലെ കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണ് ബന്ധിപ്പിക്കുന്നത്. ഇത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ജലപാതയാണ്. അടുത്തത് NW1 അലഹബാദ് മുതൽ ഹാൽദിയ വരെ ആണ് ഈ ദേശീയ ജലപാത. അപ്പോൾ ഈ ദേശീയ ജലപാത എവിടെ മുതൽ എവിടം വരെയാണ്? NW1 അലഹബാദ് മുതൽ ഹാൽദിയ വരെയാണ്. NW2 ആണെങ്കിൽ സാദിയ മുതൽ ധൂബ്രി വരെയാണ്. അപ്പോൾ ദേശീയ ജലപാത 2 സാദിയ മുതൽ ധൂബ്രി വരെയാണ്. ദേശീയ ജലപാത 3 വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും അറിയപ്പെടുന്നു. ദേശീയ ജലപാത 3യെ ഏത് പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്? വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും അറിയപ്പെടുന്നു. ഇത് കേരളത്തിലെ കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ നീളുന്ന ഒരു പ്രധാന ഉൾനാടൻ ജലപാതയാണ്. ഇത് ചമ്പക്കര കനാൽ, ഉദ്യോഗമണ്ഡൽ കനാൽ എന്നിവയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ദേശീയ ജലപാത 3 വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ നീളുന്ന ഒരു പ്രധാന ഉൾനാടൻ ജലപാതയാണേത്? ദേശീയ ജലപാത 3. ഇത് ചമ്പക്കര കനാൽ, ഉദ്യോഗമണ്ഡൽ കനാൽ എന്നിവയിലൂടെ കടന്നു പോകുന്നു. ദേശീയ ജലപാത 1 ആണെങ്കിൽ അലഹബാദ് ടു ഹാൽദിയ, സാദിയ മുതൽ ധൂബ്രി വരെയാണ് NW2. നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. 1 ചുണ്ണാമ്പ് കല്ല്, 2 ഗ്രാനൈറ്റ്, 3 കൽക്കരി, 4 മാർബിൾ. ഇതിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അവസാദ ശിലകൾ രൂപപ്പെടുന്നത് കാലക്രമേണ അടിഞ്ഞുകൂടുന്ന അവശിഷ്ടങ്ങൾ കട്ടിയാകുമ്പോഴാണ്. അപ്പോൾ അവസാദ ശിലകൾ രൂപപ്പെടുന്നത് കാലക്രമേണ അടിഞ്ഞുകൂടുന്ന അവശിഷ്ടങ്ങൾ കട്ടിയാകുമ്പോഴാണ്. ചുണ്ണാമ്പ് കല്ല്, കൽക്കരി എന്നിവ ഈ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്രധാന ഉദാഹരണങ്ങളാണ്. അപ്പോൾ അവസാദ ശിലയ്ക്ക് ഉദാഹരണങ്ങളാണ് ഏതൊക്കെ? ചുണ്ണാമ്പ് കല്ലും കൽക്കരിയും. ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയാണ്. മാർബിൾ ഒരു രൂപാന്തര ശിലയാണ്. മെറ്റമോർഫിക് റോക്കാണ് എന്ത്? മാർബിൾ ഒരു രൂപാന്തര ശിലയാണ്. അപ്പോൾ അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് ആണ് ഏതൊക്കെ? ചുണ്ണാമ്പ് കല്ലും കൽക്കരി. ലൈംസ്റ്റോണും കോളും എന്തിനുദാഹരണമാണ്? അവസാദ ശിലയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഗ്രാനൈറ്റ് എന്താണ്? ഒരു ആഗ്നേയ ശിലയാണ്. മാർബിളോ ഒരു രൂപാന്തര ശിലയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻസർ ഏതാണ്? അപ്പോൾ ചുണ്ണാമ്പ് കല്ലും കൽക്കരിയുമാണ് എന്തിനുദാഹരണം? അവസാദ ശിലയ്ക്ക് ഉദാഹരണം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം. ഓപ്ഷൻ എ സിറസ്, ബി ക്യുമുലസ്, സി നിംബസ്, ഡി സ്ട്രാറ്റസ്.
ഓപ്ഷൻ എ സിറസ്. നേർത്തതും തൂവൽ പോലെ കാണപ്പെടുന്നതുമായ ഉയർന്ന മേഘങ്ങളാണിത് സിറസ് എന്ന് പറയുന്നത്. അപ്പോൾ സിറസ് മേഘങ്ങൾ എന്താണ്? നേർത്തതും തൂവൽ പോലെ കാണപ്പെടുന്നതുമാണ്. ഓപ്ഷൻ ബി ആണ് ക്യുമുലസ്. പരുത്തിക്കൂട്ടം പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണിത് ക്യുമുലസ് മേഘങ്ങൾ, അഥവാ പരുത്തിക്കൂട്ടം അല്ലെങ്കിൽ പഞ്ഞിക്കൂട്ടം പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. നിംബസ് മഴമേഘങ്ങളാണ്. ഇത് സാധാരണയായിട്ട് ഇരുണ്ട നിറത്തിലായിരിക്കും. അപ്പോൾ നിംബസ് മേഘങ്ങൾ എന്ന് വെച്ചാൽ അത് മഴമേഘങ്ങളാണ്. അപ്പോൾ മഴമേഘത്തിന് ഉദാഹരണമാണ് ഇത് നിംബസ് മേഘങ്ങൾ. ഇത് സാധാരണയായിട്ട് ഇരുണ്ട നിറത്തിലായിരിക്കും. അടുത്തതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ആകാശത്തിൽ പാളികൾ പോലെ വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. അപ്പോൾ നേർത്തതും തൂവൽ പോലെ കാണപ്പെടുന്നതുമായ ഉയർന്ന മേഘങ്ങൾ ഏതാണ്? അതാണ് സിറസ് മേഘങ്ങൾ. പരുത്തിക്കൂട്ടം അഥവാ പഞ്ഞിക്കൂട്ടം പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? അതാണ് ക്യുമുലസ്. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് മേഘങ്ങളാണ്. ഇത് സാധാരണയായിട്ട് ഇരുണ്ട നിറത്തിലായിരിക്കും. ആകാശത്തിൽ പാളികൾ പോലെ വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങൾ ഏതാണ്? അതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് സ്ട്രാറ്റസ്. അടുത്ത ക്വസ്റ്റ്യൻ, അനാസാഗർ തടാകം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ ഗുജറാത്ത്, ബി രാജസ്ഥാൻ, സി മധ്യപ്രദേശ്, ഡി ജാർഖണ്ഡ്. ഓപ്ഷൻ എ ഗുജറാത്ത്. കച്ച്, നൽസരോവർ തുടങ്ങിയ തടാകങ്ങൾ ഗുജറാത്തിലാണ്. അപ്പോൾ ഗുജറാത്തിലെ തടാകങ്ങളാണ് ഇതൊക്കെ? കച്ചും നൽസരോവറും. രാജസ്ഥാനിലാണ് അനാസാഗർ, പുഷ്കർ, പിച്ചോള തുടങ്ങിയ തടാകങ്ങൾ രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അനാസാഗർ, പുഷ്കർ, പിച്ചോള തുടങ്ങിയ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാൻ. പോച്ച്താൽ, തവാത്തവ തുടങ്ങിയ തടാകങ്ങൾ മധ്യപ്രദേശിലാണ്. ജാർഖണ്ഡിലാണ് ഹസാരിബാഗ് തടാകം. അപ്പോൾ കച്ച്, നൽസരോവർ തടാകങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗുജറാത്തിലാണ്. അനാസാഗർ, പുഷ്കർ, പിജോള തുടങ്ങിയ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഭോജ്താൽ, തവാത്തവ തുടങ്ങിയ തടാകങ്ങളാണെങ്കിൽ മധ്യപ്രദേശിലാണ്. ഹസാരിബാഗ് തടാകം എവിടെയാണ്? ജാർഖണ്ഡിലാണ്. അപ്പോൾ അനാസാഗർ തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു? രാജസ്ഥാനിലാണ് അനാസാഗർ തടാകം. ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് രാജസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഓപ്ഷൻ എ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ബി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, സി വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, ഡി ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഓപ്ഷൻ എ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. ഭിലായി, റൂർക്കേല തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്ലാന്റുകൾ ഉണ്ട്. അപ്പോൾ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡിന് ഭിലായി, റൂർക്കേല തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്ലാന്റുകൾ ഉണ്ട്. ഓപ്ഷൻ ബി ആണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. പശ്ചിമ ബംഗാളിലെ ബേൺപൂരിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെ സ്ഥിതി ചെയ്യുന്നു? പശ്ചിമ ബംഗാളിലെ ബേൺപൂരിൽ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് കർണാടകയിലെ ഭദ്രാവതിയിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ്. കർണാടകയിലെ ഭദ്രാവതിയിൽ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏത്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. അടുത്തത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ജാർഖണ്ഡിലെ ജാംഷഡ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു? ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ഭിലായി, റൂർക്കേല തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്ലാന്റുകൾ ഉള്ളത്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പശ്ചിമ ബംഗാളിലെ ബേൺപൂരിലാണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഭദ്രാവതിയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇത്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ്. ബി രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു. സി ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം.
ആഗോളവൽക്കരണം എന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുതഗതിയിലുള്ള സംയോജന പ്രക്രിയയാണ്. ഇതിൽ സാധനങ്ങൾ, സേവനങ്ങൾ, നിക്ഷേപം, സാങ്കേതികവിദ്യ എന്നിവയുടെ സ്വതന്ത്രമായ ഒഴുക്ക് ഉൾപ്പെടുന്നു. ഇത് ലോകത്തിലെ മിക്ക പ്രദേശങ്ങളെയും പരസ്പരം കൂടുതൽ അടുപ്പിക്കുന്നു. അപ്പോൾ ഈ ഓപ്ഷനുകളെല്ലാം എന്താണ്? ശരിയാണെന്ന് ഉള്ളതാണ്. അപ്പോൾ ആഗോളവൽക്കരണം എന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുതഗതിയിലുള്ള സംയോജന പ്രക്രിയയാണ്. ഇതിൽ സാധനങ്ങൾ, സേവനങ്ങൾ, നിക്ഷേപം, സാങ്കേതികവിദ്യ എന്നിവയുടെ സ്വതന്ത്രമായ ഒഴുക്ക് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ആഗോളവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ എ 9ാം പഞ്ചവത്സര പദ്ധതി. 1997 മുതൽ 2002 വരെയായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതി. ഈ പദ്ധതിയാണ് ഇന്ത്യയിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആസൂത്രണത്തിൽ കൂടുതൽ പങ്കാളിത്തം നൽകുകയും ചെയ്തത്. അപ്പോൾ എന്താണ് 9ാം പഞ്ചവത്സര പദ്ധതിയിൽ പറയുന്നത്? 1900 എന്നു മുതൽ എന്ന് വരെ ആയിരുന്നു? 1997 മുതൽ 2002 വരെയുള്ള പദ്ധതിയായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതി. ഈ പദ്ധതിയിൽ ഇന്ത്യയിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആസൂത്രണത്തിൽ കൂടുതൽ പങ്കാളിത്തം നൽകുകയും ചെയ്തു. അടുത്ത ഓപ്ഷൻ ബി ആണ് 8ാം പഞ്ചവത്സര പദ്ധതി. അത് 1992 മുതൽ 97 വരെയായിരുന്നു. അപ്പോൾ 92 മുതൽ 97 വരെയുള്ള പദ്ധതിയായിരുന്നു ഏത്? 8ാം പഞ്ചവത്സര പദ്ധതി. ഈ പദ്ധതി സാമ്പത്തിക ഉദാരവൽക്കരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ഊന്നൽ നൽകി. അപ്പോൾ 8ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനാണ്? സാമ്പത്തിക ഉദാരവൽക്കരണത്തിനും സ്വകാര്യവൽക്കരണത്തിനുമാണ് 8ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. എന്ന് മുതൽ എന്ന് വരെയാണ്? 92 മുതൽ 97 വരെയായിരുന്നു. അടുത്ത ഓപ്ഷൻ സി എന്ന് പറയുന്നത് 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇത് 1980 മുതൽ 85 വരെയായിരുന്നു 6ാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വ്യാവസായിക വികസനത്തിനുമാണ് 6ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. അപ്പോൾ 6ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനൊക്കെയായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വ്യാവസായിക വികസനത്തിനും ഊന്നൽ നൽകിയ ഒരു പദ്ധതിയായിരുന്നു ഏത്? 6ാം പഞ്ചവത്സര പദ്ധതി. എന്നു മുതൽ എന്ന് വരെയാണ്? 80 മുതൽ 85 വരെയായിരുന്നു 6ാം പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇത് 85 മുതൽ 90 വരെയായിരുന്നു 7ാം പഞ്ചവത്സര പദ്ധതി. ഭക്ഷ്യധാന്യ ഉൽപാദനം, തൊഴിലവസരങ്ങൾ, ഉൽപാദനക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുന്നതിലാണ് ഇതിൽ 7ാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പോൾ 7ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനൊക്കെയായിരുന്നു? ഭക്ഷ്യധാന്യ ഉൽപാദനത്തിനും തൊഴിലവസരങ്ങൾ, ഉൽപാദനക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പദ്ധതിയാണേത്? 7ാം പഞ്ചവത്സര പദ്ധതി. അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 85 മുതൽ 90 വരെയാണ്. അപ്പോൾ 6ാം പഞ്ചവത്സര പദ്ധതി 80 മുതൽ 85 വരെ പ്രാധാന്യം നൽകിയത് എന്തിനായിരുന്നു? ഇന്ത്യയിലെ വികേന്ദ്രീകരണ ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആസൂത്രണത്തിൽ കൂടുതൽ പങ്കാളിത്തം നൽകുകയും ചെയ്തു. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വ്യാവസായിക വികസനത്തിനും ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? അത് 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിനും തൊഴിലവസരങ്ങൾ, ഉൽപാദനക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പദ്ധതി ഏതാണ്? അത് 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 80 മുതൽ 85 വരെയാണ്. അപ്പോൾ സാമ്പത്തിക ഉദാരവൽക്കരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ഊന്നൽ നൽകിയ പദ്ധതി ഏതാണ്? അത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. 92 മുതൽ 97 വരെയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോകാം. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 9ാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒരു പ്രസ്താവന എന്ന് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക, ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക. അടുത്ത പ്രസ്താവന ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. ഇത് ഹരിത വിപ്ലവത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ്.
ഉയർന്ന വിളവ് നൽകുന്ന വിത്തിനങ്ങൾ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അപ്പോൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക എന്നത് ഹരിത വിപ്ലവത്തിന് ഒരു പ്രധാന സവിശേഷതയായിരുന്നു. അപ്പോൾ ഈ പ്രസ്താവന ശരിയാണ്. അടുത്തതെന്ന് വെച്ചാൽ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക. ഇത് ഹരിത വിപ്ലവത്തിന്റെ ലക്ഷ്യമോ ഫലമോ ആയിരുന്നില്ല, മറിച്ച് ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നതായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നതായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഈ പ്രസ്താവന ശരിയാണോ? അല്ല, തെറ്റാണ്. അടുത്തത് ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ വിജയത്തിന് ആധുനിക ജലസേചന രീതികളും സൗകര്യങ്ങളും അത്യന്താപേക്ഷിതമായിരുന്നു. ഇത് ഉയർന്ന വിളവ് നൽകുന്ന വിത്തിനങ്ങൾക്ക് ആവശ്യമായ ജലം ലഭ്യമാക്കാൻ സഹായിച്ചു. അപ്പോൾ ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഹരിത വിപ്ലവത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു. അപ്പോൾ ഈ പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഈ ഹരിത വിപ്ലവത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് ഉയർന്ന വിളവ് നൽകുന്ന വിത്തിനങ്ങൾ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നത്. അതുപോലെ തന്നെ ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നതും മറ്റൊരു പ്രധാന ലക്ഷ്യമായിരുന്നു. ഹരിത വിപ്ലവത്തിന്റെ വിജയത്തിന് ആധുനിക ജലസേചന രീതികളും സൗകര്യങ്ങളും അത്യന്താപേക്ഷിതമായിരുന്നു. ഇത് ഉയർന്ന വിളവ് നൽകുന്ന വിത്തിനങ്ങൾക്ക് ആവശ്യമായ ജലം ലഭ്യമാക്കാൻ സഹായിച്ചു. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും ഇതിൽ ശരിയാണ്. അപ്പോൾ ഈ പ്രസ്താവനയിൽ 1 ശരിയാണ്, 3 ശരിയാണ്, രണ്ടാമത്തത് തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.